കിഴങ്ങുവിളയുടെ കഥ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം, ലക്ഷങ്ങളുടെ കൃഷി, കോടികളുടെ ബിസിനസ്. ഇതാണ് ചേമ്പിന്റെ യഥാർത്ഥ ലോകം. സുഹൃത്തുക്കളെ, നമ്മുടെ അടുക്കളയിൽ ഒരു സാധാരണ കറിയായി എത്തുന്ന ഈ ചേമ്പ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പ്രീമിയം ഹെൽത്ത് ഫുഡും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കോടികളുടെ കയറ്റുമതി ബിസിനസിന്റെയും ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമുക്ക് ഈ അത്ഭുത വിളയുടെ ചരിത്രവും കാർഷിക രീതികളും ബിസിനസ് സാധ്യതകളും ഒരുമിച്ച് പരിചയപ്പെടാം. ഹരിഹരൻ അഗ്രി ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജമൈക്കയിൽ ജോലി ചെയ്തിരുന്ന സമയം ഒരു ദിവസം ഞങ്ങളുടെ ചെയർമാൻ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. മിസ്റ്റർ ഹരിഹരൻ, നാളെ രാവിലെ 9 മണിക്ക് നമ്മളുടെ ഒരു അർജന്റ് മീറ്റിംഗ് നടക്കുകയാണ്. അടുത്ത 25 ഏക്കറിലെ പുതിയ കൃഷിയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് നടപ്പാക്കുകയും വേണം. വൈകരുത്. സാധാരണ ഒരു വർഷത്തേക്കുള്ള ഞങ്ങളുടെ ക്രോപ്പ് മാനേജ്മെന്റ് പ്രോഗ്രാം ഓൾറെഡി ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ 2 മാസം കഴിയുമ്പോൾ 25 അല്ലെങ്കിൽ 50 ഏക്കർ സ്ഥലം പുതുതായിട്ട് നമ്മൾ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പതിവില്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ ഒരു മീറ്റിംഗ് തുടങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം. ഞാൻ ആകെ കൺഫ്യൂഷനിലായി. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കൃഷിയാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? ഇനി പുതിയ അവോക്കാഡോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ഏതെങ്കിലും പ്രോജക്റ്റ് ആണോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ കൃത്യസമയത്ത് ഞങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ടർ സംസാരിച്ചു തുടങ്ങി. This project marks a significant expansion for us into the regional taro market. We need precision execution from everyone here. Our vision doesn't stop at 25 acres. By next year, we will expand. പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ആ കൂടുതലായിട്ടുള്ള പ്രസൻറ്റേഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനും പ്രോജക്റ്റ് കോസ്റ്റും അതിൻ്റെ ഇൻകം ജനറേഷനും ഒക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ഒട്ടനവധി വിസ്മയങ്ങൾ എനിക്ക് ഉണ്ടായി. അത്ര കാര്യഗൗരവമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അപ്പം ഞാൻ ചിന്തിച്ചു, സാധാരണ ഒരു കിഴങ്ങ് വിളയ്ക്ക് ഇത്രയധികം പ്രാധാന്യമോ? പക്ഷേ പ്രൊജക്റ്റ് നടപ്പാക്കുന്നതിൻ്റെ ചിലവും അതിനുശേഷം ഉണ്ടാകുന്ന വരവിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, 25 ഏക്കറിലെ കൃഷിയുടെ ചെലവെന്ന് പറയുന്നത് ഏകദേശം 22 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. പക്ഷേ 10 മാസത്തെ 9 മാസം കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ വിറ്റുവരവെന്ന് പറയുന്നത് 4.5 കോടി രൂപയാണ്. ഞാൻ വീണ്ടും കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കി, അതേ ഉത്തരം, യാതൊരു മാറ്റവുമില്ല. എന്റെ അടുത്തിരുന്ന പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സർ, ഈ പറയുന്ന കണക്കുകൾ കൃത്യം തന്നെയല്ലേ? പരിചയസമ്പന്നനായ അദ്ദേഹം പറഞ്ഞു, ഹരി, ഇത് വെറും കൃഷിയല്ല, കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയുള്ള ഒരു ബിസിനസ്സാണ്. പിറ്റേ ദിവസം ഞങ്ങൾ തൊട്ടടുത്തുള്ള അവിടുന്ന് ഒരു 20 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വലിയ ദക്ഷീൻ യാത്രയായി. ദക്ഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ചേമ്പ് കൃഷിയുടെ ആ ഒരു ലോകത്തേക്കാണ് പിറ്റേ ദിവസം ഞങ്ങൾ യാത്രയായത്. അവിടുത്തെ ചിട്ടയായിട്ടുള്ള ഫാമിംഗ് പ്രവർത്തനങ്ങൾ എന്നെ അമ്പരപ്പിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കയറ്റുമതി ചെയ്യുന്നതിനു വേണ്ടിയുള്ള കൃത്യമായ ഫാമിംഗ് പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റതായിരുന്നു. ഗ്രേഡിംഗ്, അതുപോലെ സോർട്ടിംഗ്, വാഷിംഗ്, മറ്റൊന്ന് കുറേ സ്ഥലങ്ങളിൽ ആളുകൾ കൃത്യമായ പ്ലാന്റിങ്, ദക്ഷിൺ അല്ലെങ്കിൽ ചേമ്പ് പ്ലാന്റ് ചെയ്യുന്നതിനുള്ള വേറൊരു ഏരിയയിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നു, അത് കൊണ്ടുവന്ന് ഗ്രേഡ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, അങ്ങനെ ഒട്ടേറെ പ്രോസസ്സുകൾ അതിൻ്റെ പിന്നിലേക്ക് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെന്റ് ഇത് വിളവെടുത്ത് ബോക്സിലാക്കിയിട്ടുള്ള ചേമ്പുകൾ കൃത്യമായി ക്വാറന്റൈൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടി ഇത് കണ്ടെയ്നറിൽ ലോഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള
വളരെയധികം പ്രവർത്തനങ്ങൾ, ഒരു 10-100 പേര് നിന്നിട്ടുള്ള 100 പേരുടെ കൂട്ടായ എഫർട്ട്, അതിൻ്റെ സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജർ, ക്വാളിറ്റി കൺട്രോൾ എന്നിങ്ങനെ ഒരു വലിയ വ്യവസായ സാമ്രാജ്യത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്രതീതി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ വീടിന്റെ ചുറ്റുവട്ടത്തും പറമ്പുകളിലുമൊക്കെ യഥേഷ്ടം വളരുന്ന ഈ കിഴങ്ങുവർഗ വിളയ്ക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ? ഈ ഒരു ചോദ്യം പലപ്പോഴും വല്ലാതെ എന്നെ പിന്തുടർന്നിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മളിൽ പലർക്കും ചേമ്പെന്ന് പറഞ്ഞാൽ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത് കണ്ടാൽ തന്നെ അവർ ഓടിപ്പോകും. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചേമ്പെന്ന് പറയുന്നത് ഒരു പ്രീമിയം ഹെൽത്ത് ഫുഡാണ്. ഗ്ലൂട്ടൺ ഫ്രീ മാവാണ്, ക്രിപ്സി ചിപ്സ് ആണ്, റെഡി ടു കുക്ക് ഫുഡാണ്, ബേബി ഫുഡാണ്, ലക്ഷങ്ങളുടെയും കോടികളുടെയും കയറ്റുമതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു സാധാരണ കൃഷിയെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു കിഴങ്ങുവർഗ വിളയെ എങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു കർഷകന് എങ്ങനെ ഒരു സംരംഭകനാകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചേമ്പിനെ കാണുന്നത് ആ പഴയ കണ്ണുകൊണ്ടല്ല, മറിച്ച് വരുമാനം നേടിത്തരുന്ന ഒരു വിളയായിട്ടാണ്. പുതിയൊരു ബിസിനസ് അവസരമായിട്ടായിരിക്കും ചേമ്പ് കൃഷിയുടെ ലോകത്തേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എടാ മക്കളെ, ഞാൻ ഇന്നലെയല്ല വന്നത്. ആയിരക്കണക്കിന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് മലയാളികൾക്ക് ചേമ്പെന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്നത് പഴയ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ളവർക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഈ പ്രായമുള്ളവർ ചേമ്പ് കൃഷി ചെയ്യാൻ ഏറെ താല്പര്യപ്പെട്ടിരുന്നു. ഏഷ്യ, ആഫ്രിക്ക, പസഫിക് രാജ്യങ്ങളിൽ അതിപുരാതന കാലം മുതൽ തന്നെ ചേമ്പ് കൃഷി ചെയ്തിരുന്നു. ഏകദേശം 8000-ഓളം വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ ചേമ്പിന്. അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭക്ഷ്യവിളകളിൽ ഒന്നാണ് ചേമ്പ്. അത്ര നിസ്സാരക്കാരനല്ല. ഇപ്പോൾ കഥയാകെ മാറി. ഗ്ലൂട്ടൺ ഫ്രീ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന ഫിറ്റ്നസ് പ്രേമികൾക്കും ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും ഒക്കെ ഇടയിൽ ചേമ്പ് ഒരു താരമായി മാറി. എന്തുകൊണ്ടാണ് ചേമ്പ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ന്യൂ ബിസിനസ്സുകാർ ചേമ്പിൻ്റെ പുറകെ നടക്കുന്നത്? ഇതിൻ്റെ ഒരു ഭാഗവും വേസ്റ്റായിട്ട് കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ. 2, ചേമ്പ് എന്ന ബിസിനസ്സിലൂടെ വരുന്ന ഒരു വലിയ സാധ്യതയും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഇന്ന് മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് വളരെ നന്നായി അറിയാം. ചേമ്പിൻ്റെ ഇല, തണ്ട്, കിഴങ്ങ് മാത്രമല്ല, ഇതിൻ്റെ പ്രോസസ്സ് ചെയ്തുണ്ടാകുന്ന വേസ്റ്റ് പോലും നമുക്ക് പണമാക്കി മാറ്റാം. നമുക്ക് ചേമ്പ് കൃഷി ചെയ്യുന്ന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാം. ചേമ്പിന് വേണം ഒരു സ്പാ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലാന്റിങ് ആൻഡ്. ഇനി നമ്മുടെ ഈ താരത്തെ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. ചേമ്പിന് ഒരു VIP ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണം. കാലാവസ്ഥ 25 മുതൽ 35 ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവ് ഏറെ അനുയോജ്യമാണ്. മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണായിരിക്കണം. മണ്ണിൻ്റെ pH 5.5 മുതൽ 7 വരെ ആയിരിക്കണം. ആരോഗ്യമുള്ള കട്ടിങ്സ് തിരഞ്ഞെടുത്ത് വേണം പ്ലാന്റിങ്ങിന് ഉപയോഗിക്കാൻ. അടുത്തത് ഭക്ഷണം അല്ലെങ്കിൽ വളം. ഗുണമേന്മയുള്ള ജൈവ വളങ്ങളും അതോടൊപ്പം സന്തുലിതമായ രീതിയിൽ NPK വളങ്ങൾ അല്ലെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം കൊടുക്കാൻ. പരിപാലനം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, എന്നാൽ വെള്ളം ആവശ്യത്തിന് വേണം. അതായത് വെള്ളം ഇഷ്ടംപോലെ കുടിക്കും, പക്ഷേ വെള്ളത്തിൽ നീന്താൻ ഇഷ്ടമില്ല. ഒപ്പം തന്നെ കളനിയന്ത്രണവും കീടനിയന്ത്രണവും പ്രത്യേകം ശ്രദ്ധിക്കണം. വിളവെടുപ്പ്. ഇത്രയുമൊക്കെ സ്നേഹവും പരിലാളനവും ശ്രദ്ധയും ഒക്കെ കൊടുത്താൽ 9 മുതൽ 10 മാസത്തിനുള്ളിൽ
ബമ്പർ വിളവെടുപ്പ് നടത്താം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വെറുതെ പുഴുങ്ങി തിന്നാൻ മാത്രമല്ല ചേമ്പ്. ഇതിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിവരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഫ്രഷ് ചേമ്പ്, തൊലി കളഞ്ഞ ചേമ്പ്, ഫ്രോസൺ ക്യൂബുകൾ, വാക്വം പാക്ക് ചെയ്തവ എന്നിവയൊക്കെ വിപണിയിലുണ്ട്. അതൊക്കെ പോട്ടെ, ചേമ്പ് പൗഡർ, ടാറോ ഫ്ലോർ, സ്റ്റാർച്ച്, ചിപ്സ്, സ്നാക്ക് പെല്ലറ്റുകൾ, ബ്രേക്ക്ഫാസ്റ്റ് സീരിയലുകൾ എന്നിവയും ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. തീർന്നില്ല, ബേക്കറി മിക്സുകൾ, ന്യൂഡിൽസ്, ബേബി ഫുഡ്സ്, ഹെൽത്ത് ഡ്രിങ്ക് മിക്സ്, എന്തിനേറെ ഡെസേർട്ടുകൾ വരെ ചേമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നു. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? ഇതാണ് സുഹൃത്തെ ബിസിനസ് അവസരങ്ങൾ. ഒരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? വിത്തുൽപാദനം, വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി, പ്രോസസ്സിംഗ് യൂണിറ്റ്, ഫ്ലവർ മിൽ, ചിപ്സ് നിർമ്മാണം, ഫ്രോസൺ ഫുഡ്സ്, ഓൺലൈൻ പ്രീമിയം ബ്രാൻഡ്, കയറ്റുമതി, കോൺട്രാക്ട് ഫാമിംഗ് തുടങ്ങിയ നിരവധി അവസരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചിലർക്കെങ്കിലും സംശയം ബാക്കിയാണ്. ശരി, 1 ഏക്കറിലെ കൃഷി കഴിയുമ്പോൾ എത്ര കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോകും? വിളവെടുപ്പ് കഴിയുമ്പോൾ എത്ര കാശ് എൻ്റെ കയ്യിലേക്ക് വരും? ഇതല്ലേ നിങ്ങളുടെ സംശയം? വരൂ, നമുക്ക് ആ കണക്കൊന്ന് നോക്കാം. 1 ഏക്കർ സ്ഥലത്ത് ചേമ്പിൻ്റെ കട്ടിങ്സ് പ്ലാന്റ് ചെയ്യാൻ ഏകദേശം 10,000 മുതൽ 13,000 വരെ കട്ടിങ്സുകൾ ആവശ്യമാണ്. ഒന്നാം തരം കട്ടിങ്സ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ പ്രമാണം. അടുത്തത് ഇറിഗേഷൻ ചിലവാണ്. ചേമ്പ് കൃഷിക്ക് നല്ലതുപോലെ വെള്ളം ആവശ്യമാണ്. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന് ഏറ്റവും മികച്ച മാർഗം ഡ്രിപ്പ് ഇറിഗേഷനാണ്. 1 ഏക്കറിൽ ഡ്രിപ്പ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ 50,000 മുതൽ 70,000 രൂപ വരെ ചെലവ് വരും. എന്നാൽ കൃഷി വകുപ്പിന്റെ സബ്സിഡിയോടുകൂടി ലഭിച്ചാൽ 3 കൃഷി ചിലവുകൾ, നിലമൊരുക്കൽ, വിത്തുവാങ്ങൽ, ജൈവവളങ്ങൾ, മറ്റ് ഫെർട്ടിലൈസറുകൾ, പണിക്കൂലി എല്ലാം കൂടി 1 ഏക്കറിന് 70,000 മുതൽ 90,000 രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കും. എത്ര വിളവ് കിട്ടും? നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് പരിപാലിച്ച് വളർത്തിയാൽ 1 ഏക്കറിൽ നിന്ന് 6 ടൺ മുതൽ 8 ടൺ വരെ വിളവെടുക്കാൻ സാധിക്കും. അതായത് 6,000 കിലോ മുതൽ 8,000 കിലോ വരെ നമുക്ക് വിളവെടുക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് മാർക്കറ്റിൽ 60 രൂപ 1 കിലോ ചേമ്പിന് വിലയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ 80-85 രൂപ വരെയും വരാറുണ്ട്. ചില സമയങ്ങളിൽ അല്പം വില കുറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്നാൽ ഇത് ഉപോൽപ്പന്നമാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് രീതിയിലേക്ക് മാറ്റപ്പെട്ടാൽ 2-3 ഇരട്ടി കൂടുതൽ വില നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു കാര്യം, എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗവൺമെന്റുകൾ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. വെറും 100 കിലോ മുതൽ നമുക്ക് എക്സ്പോർട്ടിംഗ് നടത്താം. ഡോക്യുമെന്റേഷനും മറ്റ് റെക്കോർഡുകളൊക്കെ തയ്യാറാക്കുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിപണിയിൽ 1 കിലോയ്ക്ക് ശരാശരി വില കിട്ടിയാൽ പോലും ലാഭമായി നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് വെറും ഒരു ചേമ്പായിട്ട് വിൽക്കാതെ ചിപ്സോ ഫ്രോസൺ ഐറ്റമോ അല്ലെങ്കിൽ പൗഡറോ അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ കാശ് എണ്ണാൻ പുതിയൊരു മെഷീൻ കൂടി നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും ഒരു ചേമ്പല്ല, ഇതൊരു ബിസിനസ് സാമ്രാജ്യമാണ്. സുഹൃത്തെ, കൃഷി എന്നത് വെറും ഒരു ഉൽപ്പാദനം മാത്രമല്ല, ശരിയായ പ്രോസസ്സിംഗ്, ബ്രാൻഡിംഗ്, പാക്കിംഗ്, മാർക്കറ്റിംഗ് എന്നിവയിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ചിന്ത നൽകിയെങ്കിൽ കൂടുതൽ ബിസിനസ് ആശയങ്ങൾക്കായി ഹരിഹരൻ അഗ്രി ടോക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ബിസിനസ് സാധ്യതയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.